കടുവ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിനു ശേഷം വനമന്ത്രി എ കെ ശശീന്ദ്രൻ പഞ്ചാരക്കൊല്ലിയിലെത്തും. വിവരങ്ങളുമായി വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിന് വലിയ പ്രതിഷേധമായിരുന്നു വനമന്ത്രിക്കെതിരെ, അങ്ങോട്ടേക്ക് എത്തുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ 11 മണി മുതൽ യോഗം ചേരുകയാണ്. പിന്നീട് പഞ്ചാരക്കൊല്ലിയിലേക്ക് എത്തും എന്നുള്ള വിവരങ്ങളും വന്നിരുന്നു. ഇതിപ്പോൾ യോഗം ഇപ്പോഴും തുടരുകയാണോ? കൂടുതൽ എന്താണ് ചർച്ചയാകുന്നത്? ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് എല്ലാവരും അത് നോക്കുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? സ്മിത, വളരെ ഗൗരവമുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് വയനാട് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്താണ് ഒരു ശാശ്വത പരിഹാരം? ഇപ്പോൾ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കടുവയുടെ ആക്രമണമാണെങ്കിൽ ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഭീതി ജനിപ്പിക്കുകയാണ്. അതിൽ അവസാനമായി RRT അംഗത്തെ പോലും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ പരിക്ക് ഗുരുതരമല്ല എന്നുണ്ടെങ്കിലും കടുവ ആ പഞ്ചാരക്കൊല്ലി വിട്ടു പോയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ്. അത് വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ വയനാട് കലക്ടറേറ്റിൽ യോഗം ചേരുന്നത്. ഉന്നതതല യോഗമാണ് നടക്കുന്നത്. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിലുണ്ട്. അപ്പോൾ എന്താണ്, ഇപ്പോൾ 400 പേരാണ് അവിടെ തിരച്ചിലിന് ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർക്ക് കൂടുതലായിട്ടുള്ള ഉപകരണങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. കൂടുതൽ പോലീസിനെയോ അല്ലെങ്കിൽ വനപാലകരെയോ ആ സംഘത്തിൽ എത്തിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഓരോ സ്ഥലത്തേക്കും ഇപ്പോൾ ഈ ഡോക്ടർമാരുടെ അടങ്ങുന്ന സംഘം തന്നെ ചാലക്കുടിയിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് വരുന്നത്. അവർക്കങ്ങനെ ഉറക്കമില്ലാത്ത ദിവസങ്ങൾ കൂടിയാണ്. അപ്പോൾ അതിന് എന്താണ് നമുക്കൊരു പരിഹാരം കാണാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചർച്ചയാവുന്നുണ്ട്. കടുവയെ എത്രയും വേഗം അത് വെടിവെച്ചോ അല്ലെങ്കിൽ കൂട്ടിലോ എങ്ങനെയും പിടികൂടുക എന്നുള്ളതാണ് ആദ്യ മുഖ്യ പരിഗണനയായി നൽകുന്നത്. അതിനുവേണ്ടി കൂടുതൽ ആളുകൾ വേണോ എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, വയനാടിന് വേണ്ടി ഇതിനു മുൻപ് തന്നെ ശാശ്വതമായിട്ടുള്ള ഒരു പാക്കേജ് ഈ വനം മേഖലയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. പക്ഷേ അതിൽ പാളിച്ച ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അത് എവിടെയാണ് അതിന് ഒരു വീഴ്ച വന്നിട്ടുള്ളത്, എന്താണ് ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവ എങ്ങനെ നടത്താം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ചർച്ചയാകും. 11:30 തുടങ്ങിയ ചർച്ചയാണ്. ഇപ്പോൾ 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും വനം മന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. ഈ ഒരു ഗൗരവമുള്ള ഒരു സാഹചര്യത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു രത്നചുരുക്കം അദ്ദേഹം ഒരു മണിയോട് കൂടി മാധ്യമങ്ങളെ കണ്ട് പറയുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ നരഭോജി കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്ന പഞ്ചാരക്കൊല്ലിയിലേക്ക് വനം മന്ത്രി നേരിട്ടെത്തുക. അദ്ദേഹത്തിനെതിരെ നിരവധി ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ആക്ഷേപങ്ങൾ മാത്രമാണ്. ശരീരത്തിന് വയ്ക്കുന്ന ഒരു കാലത്ത് പോകാൻ കഴിയുന്ന സ്ഥലത്തേക്കൊക്കെ താൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട മറുപടി ഇന്ന് വന്നത്. വനമന്ത്രിയും വിവിധ ഉദ്യോഗസ്ഥരും ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഓൺലൈനായാണ് ഈ യോഗത്തിൽ പങ്കുചേരുന്നത്. ഇതിനുശേഷം മന്ത്രി പഞ്ചാരക്കൊല്ലിയിലേക്ക് എത്തും എന്നുള്ള വിവരമാണ് ഇപ്പോൾ വിപിൻ സി വിജയൻ പങ്കുവച്ചത്.